വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് മക്കളെ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട 6 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. മക്കളെ, നമ്മുടെ ക്രിസ്മസ് എക്സാം നമ്മുടെ മുന്നിൽ വന്നെത്തിക്കഴിഞ്ഞു. നമുക്ക് ശരിയായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇനിയും സമയമുണ്ടെന്ന് നിങ്ങളും മനസ്സിലാക്കുക. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പൊ നമ്മുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്കിന് ഫിസിക്സിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഗുരുത്വാകർഷണം. അപ്പൊ നമ്മുടെ അശ്രദ്ധ കാരണം 1 മാർക്ക് പോലും നമുക്ക് മിസ്സാവാൻ പാടില്ല. കാരണം അത്രയും സിമ്പിൾ ടോപ്പിക്കുകളാണ് ഇതിൽ വരുന്നത്. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കിക്കോ, നമുക്ക് ഭൂമിന്റെ ചിത്രം തന്നിട്ടുണ്ട്. നോക്കൂ, ABC എന്നിങ്ങനെ 3 സ്ഥലങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. ചോദ്യം ഇതാണ്, ഇതിൽ ഏത് സ്ഥലത്താണ്, എയിലാണോ ബിയിലാണോ സിയിലാണോ ജിയുടെ വാല്യൂ മാക്സിമം ഉള്ളത്, ജിന്റെ വാല്യൂ കൂടുതലായിട്ട് എവിടെയാണുള്ളത്? നമ്മൾ പഠിച്ചൊരു കാര്യമാണ് ഈ ജി. വാട്ട് ഇസ് ജി? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂഗുരുത്വ ത്വരണം. നമ്മൾ ഏത് വസ്തുക്കളെയും മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അതിന് പോകാൻ പറ്റുന്ന മാക്സിമം ദൂരം പോയതിന് ശേഷം അത് താഴേക്ക് വീഴും. കാരണം ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ സെന്ററിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ആ സമയത്ത് അതിനുണ്ടാകുന്ന ആക്സിലറേഷൻ ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെ. അതാണ് ജി എന്ന് പറയുന്ന അക്ഷരമായിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഈ ജിന്റെ വാല്യൂ 9.8 ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ജിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ജി എന്ന് പറയുന്നത് റേഡിയസ് അനുസരിച്ച് വ്യത്യാസപ്പെടും. അത് നമ്മൾ പഠിച്ചതാണ് അല്ലെ. 9.8 ആണ് നമ്മൾ എടുക്കുന്ന ഒരു വാല്യൂ എങ്കിലും ചില സ്ഥലങ്ങളിൽ റേഡിയൻസ് അനുസരിച്ച് ഇത് വ്യത്യാസപ്പെടുന്നുണ്ട് തന്നെ. ചില സ്ഥലങ്ങളിൽ ഇതിന് വേരിയേഷൻസ് ഉണ്ട് അല്ലെ. കുഞ്ഞു വേരിയേഷൻസ് ആണ് കേട്ടോ വരുന്നത്. സോ മക്കൾ ഇവിടെ നോക്കുക, നമുക്കറിയാം ഇവിടേക്ക് റേഡിയസ് വളരെ കൂടുതലാണ്, ഇവിടെ ആണെങ്കിൽ റേഡിയസ് കുറവാണ്. ഈ സ്ഥലത്തെയാണ് നമ്മൾ പോൾ അല്ലെങ്കിൽ ധ്രുവപ്രദേശം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ. ഇനി റേഡിയസ് അനുസരിച്ച് ഇതെങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണമല്ലോ. റേഡിയസ് കൂടിയാൽ ജി എന്തായും കുറയും. അപ്പൊ റേഡിയസ് കൂടിയാൽ ജി കുറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഇവിടേക്ക് റേഡിയസ് കുറവല്ലേ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ജി കൂടുതലായിരിക്കും. ഇവിടേക്കോ, ഇവിടെ റേഡിയസ് കൂടുതലാണ്. സോ ഇവിടെ എന്തായിരിക്കും? ജി കുറവായിരിക്കും. ഇക്വേറ്ററില് ജി കുറവായിരിക്കും, പോളില് ജി കൂടുതലായിരിക്കും. ഇനി ഈ ഒരു അവസ്ഥ, ഈ ബി എന്ന് പറയുന്ന പോയിന്റിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ബി എന്ന് പറഞ്ഞാൽ സെന്റർ ആണ് അല്ലെ. സെന്ററില് ജിന്റെ വാല്യൂ കൂടുതലല്ല കുറവല്ല, അത് 0ആണ്, വട്ടപൂജ്യം. അത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഭൂമിയുടെ അവസ്ഥ. കണ്ടല്ലോ, ഇവിടേക്ക് റേഡിയസ് കൂടുതലാണ്, ഇവിടെ ആണെങ്കിൽ റേഡിയസ് കുറവാണ്. ഇതാണ് നമ്മുടെ പോള് അല്ലെങ്കിൽ ധ്രുവപ്രദേശം. ഇത് നമ്മുടെ ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ. സെറ്റാണല്ലോ. അടുത്ത ചോദ്യമാണ്, ടാബുലേറ്റ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദി ഗിവൻ ടേബിൾ. മാസിനെ കുറിച്ചിട്ടും വെയിറ്റിനെ കുറിച്ചിട്ടും കുറച്ച് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. അത് അതാത് ടേബിളില് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഫസ്റ്റ് ആണ് ദ്രവ്യത്തിന്റെ അളവ്, ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ. അത് നമുക്ക് അറിയാം, എന്താണ് അറിയില്ല, നോക്കുക അല്ലെ. മാസിനെ കുറിച്ചും വെയിറ്റിനെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സുകൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാസ് എന്ന് പറയുമ്പോൾ എമൗണ്ട് ഓഫ് മാറ്റർ, അതിലടങ്ങിയിട്ടുള്ള അതിന്റെ ദ്രവ്യത്തിന്റെ അളവ് അല്ലെ, അതിന്റെ അളവ്. എന്നാൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ആ വസ്തുവിനെ ഭൂമി ഇങ്ങനെ ആകർഷിക്കുന്ന അളവിനെയാണ് അല്ലെങ്കിൽ ആ ഫോഴ്സിനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. യൂണിറ്റ് കിലോഗ്രാം ആണ്. വെയിറ്റ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആൻഡ് വെയിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ് അല്ലെ. കോമൺ ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ മെഷർ ചെയ്യുക. ഇവിടെയാണെങ്കിൽ സ്പ്രിംഗ് ബാലൻസ് ആണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മാസ് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി, അതിശ അളവാണ്. എന്നാൽ വെയിറ്റ് എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, സദിശ അളവാണ് കേട്ടോ. അക്കാര്യം മനസ്സിലാക്കി വെക്കണം. സോ അങ്ങനെയാണെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ എന്താ വരിക? മാസ്. യൂണിറ്റ് ന്യൂട്ടൺ ആരുടെയാണ്? വെയിറ്റ്. സ്കെയിലാർ ക്വാണ്ടിറ്റി ആരാണ്? മാസ്. ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സേർട്ടഡ് ബൈ ദ എർത്ത്. ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം ഏതാണ്? വെയിറ്റ് അല്ലെങ്കിൽ ഭാരമാണ് വരുന്നത്. അക്കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, അതിന്റെ തുടക്കമായിട്ട് നല്ലൊരു തുടർച്ചയായിട്ടാണ് വരുന്നത്. ABC എന്നീ 3 പോയിന്റുകൾ ഉണ്ട്. ഇതില് ജിന്റെ വാല്യൂ എവിടെയാണ് മാക്സിമം? അത് നമുക്ക് അറിയാം, നമ്മൾ പഠിച്ചതല്ലേ. ഏത് പറയുന്ന പോയിന്റ്? പോളില് ധ്രുവപ്രദേശത്താണ് ജിന്റെ വാല്യൂ മാക്സിമം ആയിട്ട് വരുന്നത്. കാരണം നമുക്കറിയാം അവിടെ റേഡിയസ് കുറവാണ്, ജി റേഡിയസിനനുസരിച്ച് വ്യത്യാസപ്പെടുന്ന കാര്യം നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചതാണ്. നെക്സ്റ്റ് ചോദ്യമാണ്, കാൽക്കുലേറ്റ് ദ വെയിറ്റ് ഓഫ് എൻ ഒബ്ജക്ട് ഓഫ് മാസ് 50 കിലോഗ്രാം ഓൺ ദ സർഫസ് ഓഫ് എർത്ത്
എൻ്റെ മോനെ സിമ്പിൾ അല്ലേ? എർത്തിലുള്ള വെയിറ്റ് കണ്ടുപിടിക്കാനാണ്. എങ്ങനെയാ വെയിറ്റ് കണ്ടുപിടിക്കുക? വെയിറ്റ് സമം ഭാരം സമം m×g. മാസ് നമുക്ക് തന്നിട്ടുണ്ട് 50 ആണ്. സോ 50 × g എത്രയാണ്? 9.8 ആണ്. സോ 50 × 9.8 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 490 ന്യൂട്ടൺ. ന്യൂട്ടൺ എഴുതുന്നത് കാരണം അതിന്റെ യൂണിറ്റ് ആയതുകൊണ്ടാണ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. 490 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി അടുത്ത ചോദ്യം എല്ലാവരും തെറ്റിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കണം. കാരണം ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ മാസ് ഓഫ് ദിസ് ഒബ്ജക്റ്റ് ഓൺ ദ മൂൺ? ഈ വസ്തുവിന്റെ ചന്ദ്രനിലെ മാസ് എത്ര? അത് നിങ്ങൾ തെറ്റിക്ക്. എല്ലാവരും പോയിട്ട് എന്ത് ചെയ്യും? എൻ്റെ മോനെ എന്തൊക്കെ ചെയ്തൊക്കെ നോക്കൂലേ. ചിലരെന്താ ചെയ്യുക? വെയിറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനൊക്കെ ഇങ്ങോട്ട് ചെയ്ത് വെയിറ്റ് ഒക്കെ കണ്ടുപിടിക്കണം. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കണം. ഇവിടെ ചോദ്യം മാസ് കണ്ടുപിടിക്കാനാണ്. മാസ് എന്ന് പറഞ്ഞാൽ ഇവിടെയും അവിടെയും എവിടെയും ചന്ദ്രനിൽ ജൂപ്പിറ്റർ നിങ്ങൾ എവിടെ കൊണ്ടുപോയി വെച്ചാലും മാസിന് ഒരു മാറ്റം വരില്ല. മാസ് ഇവിടെ എത്രയാണോ 50, അപ്പൊ അവിടെ കൊണ്ടുപോയുള്ളത് 50 തന്നെയായിരിക്കും. മാസ് മാറൂല, വെയിറ്റ് മാത്രമാണ് മാറുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, വാട്ട് വുഡ് ബി ദ വെയിറ്റ് ഓഫ് ദ ബോഡി ഹാവിംഗ് മാസ് 50 കിലോഗ്രാം വെൻ പ്ലേസ്ഡ് അറ്റ് ദ സെന്റർ ഓഫ് എർത്ത്? ഭൂമിയുടെ സെന്ററിൽ കേന്ദ്രത്തിൽ ഒരു വസ്തുവിനെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഭാരം എത്രയായിരിക്കും? 50 കിലോ മാസുള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ കൊണ്ടുപോയി വെക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം. നമുക്കറിയാം വെയിറ്റ് എങ്ങനെയാ, ഭാരം എങ്ങനെയാ കണ്ടുപിടിക്കുക? m×g ആണ്. എവിടെയാ കൊണ്ടുപോയിരിക്കുന്നത്? സെന്ററിലാണ്. സെന്ററിലെ ജിന്റെ വാല്യൂ എത്രയാ? അറിയില്ല. നിങ്ങൾക്ക് അറിയണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഇത് ചെയ്തിട്ടതിന്റെ ആൻസർ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അവിടെ പറയാം. അടുത്ത വീഡിയോയിൽ അതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് അതിന്റെ മുന്നേ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും താഴെ വന്നിട്ട് കമന്റ് ചെയ്യാം. ഞാൻ അതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ ക്രിസ്മസ് എക്സാം വരെ നമുക്ക് സമയമുണ്ട്. ആ സമയം നിങ്ങൾ യഥാർത്ഥ രീതിയിൽ ഉപയോഗിക്കുക. ഈ ഒരു ചാപ്റ്റർ മാത്രമല്ല, വേറെ ചാപ്റ്റേഴ്സ് ചോദിച്ചാലും പറഞ്ഞു തരും കേട്ടോ. ഫിസിക്സ് ചോദിച്ചാൽ മതി. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്.